ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോയാണ്. അതും ഈ ഒരു സോപ്പ് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ആണ്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ എൻ്റെ ഈ ഗ്യാസ് അടുപ്പ് ഒരുപാട് മോശമായിട്ടല്ല കിടക്കുന്നത്, എന്നാലും അത്യാവശ്യം മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനത് ക്ലീൻ ചെയ്യാതെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു ധൃതിയിലും ഒരു എന്താ പറയാ, അതിന്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സോപ്പ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ വിംബാറാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇതിപ്പം ചെറിയൊരു 10 രൂപയുടെ എങ്ങാണ്ട് ഒരു സോപ്പാണിത്. വിംബാറ് പോലത്തെ ഒരു ഡിഷ് വാഷ് ആണിത്. അപ്പൊ ഞാനിത് നന്നായിട്ട് ഗ്യാസിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഗ്യാസ് അടുപ്പിൽ നമ്മൾ നന്നായിട്ട് തേക്കുക. എന്നിട്ട് നമ്മളൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് മാറ്റിയാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നല്ല പുതിയ ഗ്യാസ് അടുപ്പ് പോലെ നമുക്ക് തോന്നും. അത്ര ഭംഗിയിൽ നമുക്ക് ഈ ഗ്യാസ് അടുപ്പ് കിട്ടും കേട്ടോ. ഞാൻ എന്നും എൻ്റെ ഗ്യാസ് അടുപ്പ് ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ പുതുമയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. എൻ്റെ ഈ ഒരു ഗ്യാസ് അടുപ്പിന് ഏകദേശം 11 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നന്നായിട്ട് ഞാനത് കൊണ്ടുപോകുന്നത് തന്നെ ഇങ്ങനെ സോപ്പിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതിന്റെ ആ ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി. അത് ഈ വീഡിയോ എടുക്കണേന്റെ ആ ഒരു തത്രപ്പാടിൽ ഞാനത് മറന്നുപോയതാണ്. ക്ലീനിങ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷെ അപ്പോഴത്തെ ഒരു വെപ്രാളത്തിൽ ഞാനത് ക്ലീൻ ചെയ്യാനായിട്ട് മറന്നുപോയി ട്ടോ. അപ്പൊ ഇതാ കണ്ടോ, ഇതിന്റെ ടോപ്പ് ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് കണ്ണാടി പോലെ തിളങ്ങും. അത്രയ്ക്ക് ഭംഗിയിൽ നമുക്ക് കിട്ടും ട്ടോ. അപ്പൊ എല്ലാരും ഇത് മിക്കവരും ചെയ്തിട്ടുണ്ടാവാം. ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുള്ളൂ, എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതാ കണ്ടോ, നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ക്ലീൻ ആയി നല്ല ഭംഗിയിലിരിക്കുന്നില്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.